അതിവൈകാരികമായ വിട നൽകൽ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ആൻമേരിയുടെ അപ്രതീക്ഷിത വിയോഗം നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. കോതമംഗലം ചെമ്പൻകുഴിയിൽ കാട്ടാന റോഡിലേക്ക് മറിച്ചിട്ട പനദേഹത്ത് വീണാണ് 21-കാരിയായ ആൻമേരിക്ക് ജീവൻ നഷ്ടമായത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. മന്ത്രി പി രാജീവ്, ആന്റണി ജോൺ MLA തുടങ്ങിയവർ കളമശ്ശേരിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും മന്ത്രി ഉറപ്പു നൽകി. വളരെ യാദൃശ്ചികമാണെങ്കിലും ഒരു മരണത്തിലേക്ക് പഠിച്ചിരുന്ന കുട്ടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിനകത്ത് പങ്കുചേരുന്നു. സർക്കാരിന് സാധ്യമാകുന്ന രൂപത്തിലുള്ള എല്ലാ സഹായങ്ങളും ആ കുടുംബത്തിന് ചെയ്യാൻ ആവശ്യമായിട്ട് ക്രമീകരണങ്ങൾ. അതേസമയം ആൻമേരിയുടെ മരണത്തിൽ വനം വകുപ്പിനെ പ്രതി ചേർക്കുകയാണ് കോതമംഗലം ചെമ്പൻകുഴി നിവാസികൾ. അനേനെ കാട്ടിൽ നിന്ന് ചാടിച്ചു വിട്ടിട്ട് വേണം ഫെൻസിങ് ഇടണമെങ്കിൽ. ഇത് മുള്ളിരിങ്ങാടുന്ന് ഓടിച്ചു കൊണ്ടു വിട്ടേക്കണ ആനകളാണ് ഇവിടെ നിൽക്കുന്നതല്ല. കൃഷി ചെയ്യാനും സാധിക്കുള്ള എല്ലാം കൃഷി ചെയ്തിരിക്കുന്നതെല്ലാം ചവിട്ടിപ്പറിച്ചും വലിച്ചു പറിച്ചും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ പണിയെടുക്കാൻ രാത്രി വെളുപ്പാങ്കാലത്താണെങ്കിലും ടാപ്പിങ്ങിന് പോകാനും ഒന്നും സാഹചര്യമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പം. വരും ദിവസങ്ങളിലെങ്കിലും ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപകട സമയത്ത് ആൻമേരിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അൽത്താഫ് അബൂബക്കർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.